എല്ലാവരും വെക്കേഷൻ ആസ്വദിക്കായിരിക്കും അല്ലേ? പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ സ്കൂളുകളൊക്കെ വീണ്ടും തുറക്കും. നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളും നമ്മളെ കാത്തിരിപ്പുണ്ട്. അപ്പൊ ഈ വെക്കേഷൻ ടൈമിൽ വളരെ കുറച്ച് സമയം നമുക്ക് പ്രയാസമുള്ള വിഷയങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചാൽ അത് നമുക്ക് അടുത്ത വർഷത്തേക്ക് വലിയൊരു ആശ്വാസമായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പിറകെ പോയാൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള പാഠഭാഗങ്ങളെ പഠിക്കാൻ വേണ്ട പോലെ സമയം കിട്ടില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ വെക്കേഷൻ സമയത്ത് നമുക്ക് ഏത് വിഷയമാണോ നമ്മൾ നല്ല വീക്കായിട്ടുള്ളത് അതിനു വേണ്ടി നമ്മൾ കുറച്ച് സമയം മാറ്റിവെക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഹിന്ദി ആണെങ്കിൽ ഹിന്ദിയിൽ വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അക്ഷരങ്ങൾ പോലും അറിയില്ല, വായിക്കാൻ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്ന കുട്ടികളെ എനിക്കറിയാം. അപ്പൊ നിങ്ങൾ ചെയ്യുക, അക്ഷരമാല നന്നായിട്ട് എഴുതി പഠിക്കാം. ഹിന്ദിയിലെ അക്ഷരമാല എഴുതുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ മലയാളം കൂടി നിങ്ങൾ എഴുതുക. ഇത് എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് നമ്മൾ മാറ്റിവെച്ചാൽ എല്ലാ ദിവസവും ചെയ്യണം. എങ്കിലേ നമ്മൾ വിചാരിച്ച ആ റിസൾട്ടിലേക്ക് എത്തും. പിന്നെ നമ്മൾ നോക്കേണ്ടത് അക്ഷരങ്ങൾ നേടിക്കഴിഞ്ഞാൽ ചിഹ്നങ്ങൾ കൂടി റെഡിയാക്കിയിട്ട് വേണം നമ്മൾ അത്യാവശ്യം സർവനാമവും വിഭക്തി പ്രത്യയവും നോക്കാൻ. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സെന്റൻസും ഒരു വേർഡും ഒക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഗ്രാമർ മിസ്റ്റേക്കും വരാതെ ഒരുപാട് സെന്റൻസുകൾ നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മൾ സൈലം നിങ്ങൾക്ക് ബേസിക് ഗ്രാമർ ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്, ഇനിയും തുടർന്ന് നൽകുന്നുമുണ്ട്. അപ്പൊ നിങ്ങൾ ഈ വെക്കേഷൻ സമയത്തുള്ള ക്ലാസ്സുകൾ കാണുകയും പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ക്ലാസ്സുകൾക്കൊക്കെ നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ചാനൽ ഷെയർ ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങളെ തേടി വരും. ബൈ.